ഇപ്പോൾ ഗൂഗിളിലോ അല്ലെങ്കിൽ ചാറ്റ്ജിപിടിയിലോ ഒക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി. ലോകത്ത് ഏറ്റവും അധികം ആളുകളെ കൊന്നൊടുക്കിയ ഐഡിയോളജി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്മ്യൂണിസം ആണ് എന്ന് പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയുടെ പേര് CPI മാർക്സിസ്റ്റ് എന്നാണ്. ഞാൻ ചോദിക്കുകയാണ്, CPIM മാർക്സിസ്റ്റും CPIM മാവോയിസ്റ്റും ഒന്നാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയ പറയും ഒന്നല്ല. ഓർമ്മയുണ്ട്, ഹൂഗ്ലിയിൽ ഒരു തെരഞ്ഞെടുപ്പിൽ നിർമ്മൽ ചാറ്റർജി എന്ന് പറയുന്ന ഹിന്ദു മഹാ നേതാവിന് സപ്പോർട്ട് കൊടുത്തത്, ഓപ്പൺ പിന്തുണ കൊടുത്ത് ജയിപ്പിച്ച് പാർലമെന്റിൽ വിട്ടത് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്. എന്ന് പറഞ്ഞാൽ ഗാന്ധി വധത്തിൽ പിന്നിലുണ്ടായിരുന്ന ഹിന്ദു മഹാസഭയെ സപ്പോർട്ട് ചെയ്തത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്. എന്നിട്ടാണ് ഇവിടെ ഇന്ന് ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം, ഞങ്ങളെ സഹായിക്കണം എന്നൊരു അഭിപ്രായ പ്രകടനം ഇടതുപക്ഷത്തിന്റെ ഏതെങ്കിലും നേതൃത്വം നടത്തിയതിന്റെ ഒരു ഡോക്യുമെന്റ് അങ്ങ് കൊണ്ടുവന്ന് പണി അവസാനിപ്പിച്ചിട്ട് വേറെ എന്തെങ്കിലും പണിക്ക് പോയിക്കൊള്ളാം എന്നുള്ളതാണ്. ആർഷോ ഇപ്പൊ പണി നിർത്തുമെന്ന് പറഞ്ഞത് ഞാൻ വേണമെങ്കിൽ ഇപ്പൊ തന്നെ വീഡിയോ കാണിച്ചു തരാം. ശ്രീമാൻ പിണറായി വിജയൻ പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുണ്ട്. VD സവർക്കർ 1920-കളിൽ മുന്നോട്ട് വെച്ച പൊളിറ്റിക്കൽ ഹിന്ദുത്വയുടെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിലാണ് BJP കാണുന്നത്. ഇത്രയും കാലമായിട്ട് ഈ നീർക്കോലിക്ക് ഒരു ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടായില്ലല്ലോ. അപ്പോൾ എന്താണ് തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ അടിസ്ഥാനം? ഒരു വിഭാഗത്തെ അന്യവൽക്കരിക്കുക, അതുവഴി നമുക്ക് ഒരു അപരനെ സൃഷ്ടിച്ച് പൊളിറ്റിക്കൽ മൈലേജ് ഉണ്ടാക്കുക എന്ന നിലയിലേക്ക് രാഷ്ട്രീയം മുമ്പോട്ട് പോകുമ്പോൾ അത് എത്രമാത്രം പ്രൊഡക്റ്റീവാണ്? കാണിച്ചു തരാം. അതിന് വലിയ ഭാരമൊന്നും ഇല്ലല്ലോ. എപ്പോൾ നോക്കിയാലും ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്നതിനെ ഒറ്റ കുടക്കീഴിൽ കെട്ടിക്കൊണ്ട് പണ്ട് പാണന്മാർ പാടി നടന്നതുപോലെ ഗാന്ധിവധം മുതൽ എല്ലാം രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ തലയിൽ അടിച്ചേൽപ്പിക്കാനുള്ള ആ ശ്രമം, അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, അതിന് ഹിന്ദു രാഷ്ട്രവുമായിട്ട് ഇതിനെ ഇസ്ലാമിക് സ്റ്റേറ്റുമായിട്ട് കമ്പയർ ചെയ്യാൻ നോക്കിക്കൊണ്ട് മനഃപൂർവ്വം ഞങ്ങളും ഒരു ഹിന്ദു രാഷ്ട്രത്തിന് വേണ്ടി നിലനിൽക്കുന്നു എന്ന് പറയുന്നതാണ് തെറ്റ്. ഞങ്ങൾ പറയുന്നത് ഭാരതത്തിന്റെ പാരമ്പര്യങ്ങളെയും ഇതിന്റെ പെരുമയെയും ഇതിന്റെ സംസ്കാരത്തെയും മുറുകെ പിടിക്കണമെന്ന് മാത്രമാണ്. വന്ദേമാതരം പാടാൻ ഞങ്ങൾക്ക് മടിയില്ല എന്ന് ഭാരതീയർ പറയണമെന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. PM ശ്രീ വഴി പുതിയ ക്ലാസ് റൂമുകൾ ഉണ്ടാക്കുമ്പോൾ അതിനെ പോലും ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ ആദ്യമേ സൈൻ ചെയ്തിട്ട് ഈ പറയുന്ന മതമൗലികവാദികളുടെ പ്രഷർ കൊണ്ട്, ജമാഅത്ത് ഇസ്ലാമിയെ പോലുള്ള സംഘടനകളുടെയും നേരത്തെ KM ഷാജിമാരുടെയും പ്രഷർ കൊണ്ട് അതിൽ നിന്ന് പിൻവാങ്ങേണ്ട അവസ്ഥ വരുമ്പോഴാണ് അത് ദൗർഭാഗ്യപരമായി മാറുന്നത്. കഴിഞ്ഞ 100 വർഷത്തിന് മുകളിലായിട്ടുള്ള ഇന്ത്യ ചരിത്രത്തിലെ സംഘപരിവാറിന്റെ RSSന്റെ ഇന്ത്യ വിരുദ്ധമായ നിലപാടുകൾ അത്രയും ആവർത്തിച്ചു ഉറക്കെ പറഞ്ഞുകൊണ്ടാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഗാന്ധിവധം. അല്ലെങ്കിൽ ഞങ്ങൾ ഭയങ്കര സെക്യുലർ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആരെയാണ് കബളിപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്? ആ കബളിപ്പിക്കൽ ഈ നാടിനകത്ത് സാധ്യമാകില്ല. ഈ നാടിനകത്തെ മനുഷ്യര് അതിനെ കൃത്യമായി തിരിച്ചറിയാൻ കെൽപ്പുള്ള ആളുകളാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ആർഷോ പറഞ്ഞു തുടങ്ങിയപ്പോൾ രാജ്യവിരുദ്ധരായി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടരെന്നൊക്കെ ഇടയ്ക്ക് സൂചിപ്പിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, നമ്മുടെ ഇൻഡോ ചൈന യുദ്ധത്തിന്റെ സമയത്ത് രാജ്യവിരുദ്ധ നിലപാടെടുത്ത പ്രസ്ഥാനം ഏതാണ് എന്ന് എനിക്ക് വീണ്ടും ഓർമ്മിപ്പിക്കേണ്ടി വരും. അത് മാത്രവുമല്ല, ഇവിടെ വംശഹത്യകളുടെ കാര്യമൊക്കെ ആർഷോ പറഞ്ഞു. നമുക്കറിയാം, ബ്ലാക്ക് ബുക്ക് ഓഫ് കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. നമ്മളിപ്പോൾ ഗൂഗിളിലോ അല്ലെങ്കിൽ ചാറ്റ്ജിപിടിയിലോ ഒക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി. ലോകത്ത് ഏറ്റവും അധികം ആളുകളെ കൊന്നൊടുക്കിയ ഐഡിയോളജി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്മ്യൂണിസം ആണ് എന്ന് ആദ്യമേ തന്നെ പറയും. 100 മില്യൺ ആളുകളെയാണ്, എന്ന് പറഞ്ഞാൽ 10 കോടി ആളുകളെയാണ് കൊന്നതെന്ന് ബ്ലാക്ക് ബുക്ക് ഓഫ് കമ്മ്യൂണിസത്തിൽ കൃത്യമായി പറയുന്നു. അതുകൊണ്ട് വംശഹത്യകളെ കുറിച്ചൊക്കെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിലെ നേതാക്കന്മാർ സംസാരിക്കുമ്പോൾ ഏറ്റവും അധികം ആളുകളെ കൊന്നൊടുക്കിയ പ്രസ്ഥാനം ഏതാണ് എന്ന് ആദ്യമേ ഒന്ന് ആലോചിക്കേണ്ടി വരും. ശ്രീ ആർഷോ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയുടെ പേര് CPI മാർക്സിസ്റ്റ് എന്നാണ്. ഞാൻ ചോദിക്കുകയാണ്, CPIM മാർക്സിസ്റ്റും CPIM മാവോയിസ്റ്റും ഒന്നാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയ പറയും ഒന്നല്ല എന്ന് പറയും. എന്ന് പറയുന്നത് പോലെ ഗാന്ധി വധത്തിന് പിന്നിലുണ്ടായിരുന്ന ഹിന്ദു മഹാസഭയും രാഷ്ട്രീയ സ്വയംസേവക സംഘവും ഒന്നല്ല, രണ്ടും ഒരേ സംഘടനകളല്ല. അതുകൊണ്ട് രണ്ടിനെയും ഒരേ നുഖത്തിൽ കെട്ടാൻ ശ്രമിക്കുന്നതിനെയാണ് ഞാൻ നേരത്തെ ഇവിടെ എതിർത്തത്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. നമുക്കെല്ലാം ഓർമ്മയുണ്ട്, ഹൂഗ്ലിയിൽ ഒരു തെരഞ്ഞെടുപ്പിൽ നിർമ്മൽ ചാറ്റർജി എന്ന് പറയുന്ന ഹിന്ദു മഹാ നേതാവിന് സപ്പോർട്ട് കൊടുത്തത്, ഓപ്പൺ പിന്തുണ കൊടുത്ത് ജയിപ്പിച്ച് പാർലമെന്റിൽ വിട്ടത് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്. എന്ന് പറഞ്ഞാൽ ഗാന്ധി വധത്തിൽ പിന്നിലുണ്ടായിരുന്ന ഹിന്ദു മഹാസഭയെ സപ്പോർട്ട് ചെയ്തത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്. എന്നിട്ടാണ് ഇവിടെ ഇന്ന് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്. തട്ടിപ്പാണല്ലേ? പക്ഷേ ഞാൻ ആദ്യം മുതൽ ചോദിക്കുന്ന ചോദ്യം, കേരളത്തിൽ വരുമ്പോൾ നമ്മൾ ഈ മതരാഷ്ട്രീയം വന്ന് ജമാഅത്ത് ഇസ്ലാമിയെ പോലുള്ള
പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ച എങ്ങനെ മെയിൻ സ്ട്രീമിൽ വരുന്നു എന്നുള്ളതാണ് കേരളത്തെ ഭയപ്പെടുത്തേണ്ട കാര്യം. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. നമുക്കറിയാം, ഇപ്പൊ ഇടതുപക്ഷത്തിന്റെ കാര്യം പറഞ്ഞു. മാറാട് കലാപത്തിന്റെ സമയത്ത് ഒരുമിച്ച് കൈകോർത്ത് നടന്നവരാണ് ജമാഅത്ത് ഇസ്ലാമിയും CPM-ഉം. ശ്രീമാൻ പിണറായി വിജയന്റെ ഒരു വീഡിയോ വൈറലാണ് സോഷ്യൽ മീഡിയയിലൊക്കെ. അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് അദ്ദേഹം തന്നെ ഓപ്പണായിട്ട് പത്രസമ്മേളനത്തിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ജമാഅത്ത് ഇസ്ലാമി കാലങ്ങളായിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത പ്രസ്ഥാനമാണ് എന്ന് പറഞ്ഞിട്ട്. പോയി ചത്തുടടാ. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാസർഗോട്ട് നിന്ന് ഒരു നേതാവിൻ്റെ പ്രസംഗം ഞാൻ കേട്ടത്, നമ്മൾ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥി 5 നേരം നിസ്കരിക്കുന്ന, വ്രതമെടുക്കുന്ന, ഇസ്ലാമിക ചര്യയിൽ ജീവിക്കുന്ന ഒരാളാണ്, അവർക്കാണ് നിങ്ങൾ വോട്ട് ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ നല്ല ഐഡിയ. ഒരാളുടെ മതപരമായ ഐഡന്റിറ്റിയാണ് തെരഞ്ഞെടുപ്പുകൾ പോലെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ഏറ്റവും പ്രധാനം എന്ന് വരുന്നുണ്ടോ ഈ വർത്തമാനകാലത്ത്? കാരണം ഈ ക്വസ്റ്റ്യനിൽ തന്നെ 2 കാര്യമുണ്ട്. ഒന്ന്, എൻ്റെ പൊളിറ്റിക്കൽ പാർട്ടിയിൽ ഒരു മതത്തിന്റെ പേരുണ്ട്. 2, മതം പറഞ്ഞ് വോട്ട് നേടാൻ ശ്രമിക്കുന്ന മറ്റൊരാളുണ്ട്. ഇത് രണ്ടാണ്. ഒരു മെജോറിറ്റേറിയൻ പൊളിറ്റിക്സ് ഉള്ള ഒരു രാഷ്ട്രത്ത് അല്ലെങ്കിൽ നാട്ടില് നമുക്ക് ന്യൂനപക്ഷങ്ങൾക്ക് അധികാരം വേണമെങ്കിൽ അവർ അവരുടെ സ്വത്വത്തിന്റെ പേരിൽ സംഘടിക്കുക തന്നെ വേണം എന്നുള്ളതാണ് ചരിത്രം തന്നിട്ടുള്ള പാഠം. ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി ഒന്ന് പോടോ. ഞാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പാർട്ടിയിൽ നിൽക്കുന്ന ഒരാളാവുമ്പോൾ തന്നെ അങ്ങനെയല്ല നമ്മൾ വോട്ട് തേടുന്നത്. ഇദ്ദേഹം ഇന്ന പാർട്ടിയെ പ്രതിനിധീകരിക്കുകയും എന്നാൽ ഏറ്റവും നന്നായി മതേതരത്വം സംസാരിക്കുകയും ചെയ്യുന്ന മനുഷ്യനാണ് എന്നതാണ് അയാളുടെ ക്വാളിറ്റി. ഇവിടെ പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. എല്ലാരും സെഗ്മെന്റലൈസ് ചെയ്ത് പൊളിറ്റിക്സ് ഹാൻഡിൽ ചെയ്യുവാണെങ്കിൽ ടോട്ടൽ ആസ് എ നേഷൻ ഇത് എങ്ങോട്ടുമായിരിക്കും പോകുന്നത്? ആരും സെഗ്മെന്റലൈസ് ചെയ്യണ്ട എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. നമ്മൾ തമിഴനാണ്, അതുകൊണ്ട് എൻ്റെ തമിഴ് ഐഡന്റിറ്റിയാണ് ഏറ്റവും പ്രധാനം. ഞാൻ മലയാളിയാണ് അല്ലെങ്കിൽ കശ്മീരിയാണ്, എൻ്റെ കശ്മീരി ഐഡന്റിറ്റിയാണ് ഏറ്റവും പ്രധാനം എന്ന് ചിന്തിക്കുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ രാഹുൽ ഗാന്ധി മുമ്പോട്ട് വെക്കുന്ന ആ വികലമായ രാഷ്ട്രീയം, അത് ഭാരതം എന്ന് പറയുന്ന നമ്മുടെ സ്വത്വത്തെ തന്നെ ഇല്ലാതാക്കുന്നത്. നിനക്കിതിന് മാസക്കൂലിയ ദിവസക്കൂലിയ? എടാ നാറി, നിനക്ക് നാണമുണ്ടോ? ഇപ്പൊ എൻ്റെ കവിളത്തടിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് എൻ്റെ കൈ എങ്ങനെയാണോ റെസ്പോണ്ട് ചെയ്യുന്നത് എന്ന് പറയുന്നത് പോലെ ഗുജറാത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ, അല്ലെങ്കിൽ UP-യിൽ എന്തെങ്കിലും സംഭവിച്ചാൽ, കശ്മീരിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഒരു മലയാളിക്ക് നോവണം. അങ്ങനെ തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി കരുതുന്നത്. ശരി, അല്ല, എനിക്ക് അതിനകത്തൊരു വിയോജിപ്പുണ്ട്. ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നുള്ള ഇന്ത്യൻ ഭരണഘടനയുടെ 1ാമത്തെ ആർട്ടിക്കിളാണ്. രാഹുൽ ഗാന്ധി പറഞ്ഞ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന കൺസെപ്റ്റിനാണ് പ്രാമുഖ്യം കൊടുക്കുന്നത്. ഭാരതം എന്ന ഒറ്റ രാഷ്ട്രം അതിന് പ്രൈമറി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്ന് പറയുന്നതിന് വികലമാണെന്നാണ് ഞാൻ വളരെ കൃത്യമായി. ഒരു സെക്യുലാർ നേഷന്റെ പ്രധാനമന്ത്രി ഒരു അമ്പലത്തിലെ കൊടി പതാക ഉയർത്താനും, ഒരു സെക്യുലാർ നേഷനിലെ ഒരു സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രി ഒരു അയ്യപ്പ സംഗമം നടത്തുമ്പോൾ ഇന്നത്തെ നാട്ടിൽ ഈ മതം, സ്റ്റേറ്റും മതവും തമ്മിലുള്ള ഡിഫറൻസിയേഷൻ ഏത് ലെവലിലാണ് നിൽക്കുന്നതെന്ന് അരിയാഹാരം കഴിക്കുന്ന ഏതൊരു മനുഷ്യനും അറിയാം. ആദ്യമായി എനിക്ക് പറയാനുള്ളത്, നമുക്കെല്ലാം ഓർമ്മയുണ്ട് 1951 സോംനാഥ് എന്ന് പറയുന്ന ക്ഷേത്രം, അന്ന് അതിൻ്റെ ഓപ്പണിങ്ങിന് പോയത് അന്നത്തെ രാഷ്ട്രപതി ആയിട്ടുള്ള രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. രാജേന്ദ്ര പ്രസാദ് രാജേന്ദ്ര പ്രസാദിനോട് പോകരുതെന്ന് ജവഹർലാൽ നെഹ്റു ആവശ്യപ്പെട്ടിരുന്നു, പക്ഷെ അദ്ദേഹം പോയി. ഭാരതത്തെ ആക്രമിച്ച ഒരു വൈദേശിക ആക്രമകാരി ആ ക്ഷേത്രത്തെ നശിപ്പിച്ചപ്പോൾ അതിനെ പുനരുജ്ജീവിപ്പിക്കുമ്പോൾ അത് സംസ്കാരത്തെ വീണ്ടെടുക്കുകയാണെന്നുള്ളൊരു തിരിച്ചറിവുള്ളതുകൊണ്ടാണ് അതിനെ മതവുമായിട്ട് കൂട്ടിക്കുഴച്ച് മതത്തിന് വേണ്ടി മാത്രമാണ് എന്ന് പോകുന്നതാണ് തെറ്റ്. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ആരുടെയെങ്കിലും ഭവനത്തിൽ ഒരാൾ വന്നിട്ട് ആക്രമിച്ചു കഴിയുമ്പോൾ, ഒരു കൊള്ളക്കാരൻ വന്ന് ആക്രമിക്കുമ്പോൾ അയാൾ എൻ്റെ മതക്കാരനാണ്, അതുകൊണ്ട് അത് ഞാനങ്ങ് സഹിക്കുമെന്ന് ആരെങ്കിലും കരുതുമോ? ഞാൻ സഹിക്കില്ല, ഞങ്ങൾ സഹിക്കില്ല. ഇത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. ഒരു കൊള്ളക്കാരൻ വിദേശത്ത് നിന്ന് വന്ന് എൻ്റെ വീട്ടിൽ എന്തെങ്കിലും അപകടമുണ്ടാക്കിയാൽ, നാശനഷ്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ റെസ്പോണ്ട് ചെയ്യും. ഞാൻ എൻ്റെ വീടിനെ വീണ്ടെടുക്കാൻ ഞാൻ ശ്രമിക്കും. അത് മാത്രമാണ് ഭാരതത്തിൽ നടന്നിട്ടുള്ളത്, അതിൽ മതമല്ല. അങ്ങനെയൊക്കെ വഴിയില്ലോ. ജമാഅത്ത് ഇസ്ലാമി ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം, ഞങ്ങളെ സഹായിക്കണം എന്നൊരു അഭിപ്രായ പ്രകടനം ഇടതുപക്ഷത്തിന്റെ ഏതെങ്കിലും നേതൃത്വം നടത്തിയതിന്റെ ഒരു ഡോക്യുമെന്റ് അങ്ങ് കൊണ്ടുവന്ന് ഈ പണി അവസാനിപ്പിച്ചിട്ട് വേറെ എന്തെങ്കിലും പണിക്ക് പോയിക്കൊള്ളാം എന്നുള്ളതാണ് സൂചിപ്പിക്കാൻ. ആർഷോ ഇപ്പൊ പണി നിർത്തുമെന്ന് പറഞ്ഞല്ലോ, ഞാൻ വേണമെങ്കിൽ ഇപ്പൊ തന്നെ വീഡിയോ കാണിച്ചു തരാം. ശ്രീമാൻ പിണറായി വിജയൻ പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുണ്ട്. പോട്ടെ അമ്പിമോനെ പോട്ടറ സാറേ, ഒന്നും വിചാരിക്കില്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ?